Hi friends, എല്ലാവർക്കും Aaliyahs Little Joysലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ എഗ് ഓംലെറ്റ് ആണ്. സാധാരണ എഗ് ഓംലെറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് ആദ്യം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 4ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഓരോന്നും കനം കുറച്ച് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കണം. കനം കുറച്ചരിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ ഓംലെറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയാണ്. ഒരു മീഡിയം സൈസ് സവോളയും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെക്കണം. ഇനി ഈ ഓംലെറ്റിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ്. അപ്പോൾ കുരുമുളക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ ഓംലെറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനിയൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സവോളയും ഉരുളക്കിഴങ്ങും വളരെ നൈസായിട്ട് വേണം അരിയാനായിട്ട്, എങ്കിലേ ഇത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നത് ഇളക്കി കൊടുക്കുക, എങ്കിലേ എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിയില ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഓംലെറ്റിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിയുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.